ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയുമ്പോൾ നമ്മുടെ BOB ക്രെഡിറ്റ് കാർഡ്സിന്റെ ഒരു EMI ഫീച്ചറിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ വൺ കാർഡ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും, ചില ടൈമിൽ നമുക്ക് വൺ കാർഡിന്റെ ടോട്ടൽ എമൗണ്ട്, അപ്പോൾ നമ്മുടെ ഒരു എല്ലാ മാസം നമുക്ക് ബില്ല് ജനറേറ്റ് ആവുമല്ലോ. അപ്പോൾ ആക്ച്വലി നമുക്ക് ഈ ബില്ല്, ടോട്ടൽ ബില്ല് നമുക്ക് EMI കൺവേർഷൻ എന്ന് പറഞ്ഞൊരു ഫീച്ചർ നമുക്ക് വൺ കാർഡിൽ വരാറുണ്ട് ഇടയ്ക്കൊക്കെ. അതായത് നമുക്ക് ടോട്ടൽ നമ്മുടെ ബില്ല് വേണമെങ്കിൽ നമുക്ക് EMI ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് അത് EMI മാത്രമായിട്ട് അടച്ചു പോകാം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫീച്ചർ ആക്ച്വലി ഇപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് കാലമായി ലോഞ്ച് ചെയ്തിട്ട്. അപ്പോൾ അവരുടെ മോസ്റ്റ്ലി ഇപ്പോൾ എല്ലാ ടൈമിന്റെ ബില്ല് ജനറേറ്റ് ആകുമ്പോൾ നമുക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഓഫർ വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ EMI കൺവേർട്ട് ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി ബില്ല് അടച്ചു കഴിഞ്ഞു. പക്ഷെ നമുക്ക് അതിന്റെ വാട്സ്ആപ്പ് മെസ്സേജും ബാങ്ക് ഓഫ് ബറോഡയുടെ സൈഡിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് കാണിച്ചു തരാം. അപ്പൊ എനിക്ക് ആക്ച്വലി ഞാൻ അവരുടെ രണ്ട് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നുണ്ട്. അതായത് BOBയുടെ സ്നാപ്ഡീൽ ക്രെഡിറ്റ് കാർഡും അതുപോലെ തന്നെ എനർജി ക്രെഡിറ്റ് കാർഡും, അതായത് HPCL എനർജി ക്രെഡിറ്റ് കാർഡും. അപ്പോൾ രണ്ട് കാർഡിലും ആക്ച്വലി ഓഫർ വന്നിട്ടുണ്ട്. റുപേ പ്ലാറ്റ്ഫോമിലത്തെ കാർഡാണ് രണ്ടും. നിങ്ങൾക്ക് അറിയായിരിക്കും, ബാങ്ക് ഓഫ് ബറോഡ എന്ന് പറയുന്നത് ഷെയർ ലിമിറ്റ് ആണ് തരുന്നത്. അപ്പോൾ രണ്ടും നമുക്ക് ഒരേ ലിമിറ്റ് തന്നെയാണ്. അതായത് ഒരേ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഷെയർ ലിമിറ്റ് ആണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് 2-3 മാസമായിട്ട് അടുപ്പിച്ചായിട്ട് ഈ ഓഫർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മെസ്സേജ് ഞാൻ ആക്ച്വലി നോക്കാറില്ല, എന്നുവെച്ചാൽ നമ്മൾ അപ്പോഴേക്കും ബില്ലടച്ച് പോകാറോ പതിവ്. അപ്പോൾ അങ്ങനെ ഞാൻ EMI കൺവേർഷൻ, ഞാൻ ആക്ച്വലി ഈ ടോട്ടൽ ബില്ലിന്റെ EMI കൺവേർഷൻ ഞാൻ വൺ കാർഡിൽ നോക്കിയിട്ടുണ്ട്. അതിൽ കുറച്ച് എളുപ്പമാണ്. നമ്മൾ ജസ്റ്റ് ടോട്ടൽ മിനിമം ഡ്യൂ എമൗണ്ട് അടച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് അങ്ങനത്തെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതിന്റെ മെസ്സേജും അതുപോലെ തന്നെ ഞാൻ മൊബൈലിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ചാനൽ പുതിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ബെലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിയാൽ ചെക്കൗട്ട് ചെയ്തൊക്കെ മറക്കണ്ട കേട്ടോ. പിന്നെ എന്തായാലും സംശയങ്ങളിലേക്ക് എന്നെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കാണുന്നതോടെ പോയി കണ്ടു നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വാട്സാപ്പിൽ സംഭവങ്ങളൊക്കെ ബാങ്ക് ഓഫ് ബറോഡ സൈഡിൽ നിന്ന് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ കൺവേർട്ട് യുവർ BOB ക്രെഡിറ്റ് കാർഡ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻടു EMI എന്ന് കാണുന്നുണ്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് നൗ യു ക്യാൻ കൺവേർട്ട് യുവർ BOB ക്രെഡിറ്റ് കാർഡ് എൻഡിങ്. നമ്മുടെ ഒരു കാർഡിനാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ എനിക്ക് തോന്നുന്ന എനർജി കാർഡാണെന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് ബിൽ ഇൻടു എൻ ഈസി EMI അറ്റ് അട്രാക്റ്റീവ് ഇൻട്രസ്റ്റ് റേറ്റ് ഓഫ് 15% പെർ ആനം ആൻഡ് പേ ഇൻ ഈസി ഇൻസ്റ്റാൾമെന്റ് ഓവർ 6, 12, 18, 24 months. അതായത് 2 കൊല്ലത്തേക്ക് വരെ നമുക്ക് EMI ഓഫർ വന്നിട്ടുണ്ട്. So no more late payment fees in the case of payment miss or worries about your CIBIL score. To opt now, click convert to the EMI button, log into your card. അപ്പോൾ അത് ലിമിറ്റഡ് ടൈം പീരീഡ് ഓഫർ ആണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ ഞാൻ ഓൾറെഡി ബില്ലും കാര്യങ്ങളൊക്കെ അടച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഇനിയിപ്പോൾ നമുക്ക് അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അതാണ് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ ഔട്ട്സ്റ്റാൻഡിംഗ് ബില്ല് നിങ്ങൾക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമ്മുടെ എന്താ പറയുക, നമുക്ക് ആ മെസ്സേജ് വന്നാൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ആപ്പിൽ കയറിയിട്ട് അത് സുഖമായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാം കേട്ടോ. ചിലപ്പോൾ മിനിമം ഡ്യൂ എമൗണ്ട് അടക്കേണ്ടി വരും. അതാണ് മാത്രം അടച്ചാൽ മതി. അതിന് ശേഷം നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. അടുത്ത മാസം തൊട്ട് നമ്മൾ EMI മാത്രം അടച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊരു നല്ലൊരു ഓഫറാണ്. കുറേ ക്രെഡിറ്റ് കാർഡ്സുകളും ഈ ഓഫർ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി ആദ്യം കൊണ്ടുവന്നത് നമ്മുടെ വൺ കാർഡിന് ഞാൻ തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ വൺ കാർഡിലാണ് ഇങ്ങനെ ടോട്ടലി ബില്ല് EMI ഓഫറായിട്ട് വന്നിട്ടുണ്ടാകുന്നത്. ഇപ്പോൾ എല്ലാ ബാങ്കുകളും വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമന്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാവരും കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ കാണാം. ബൈ.